നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് കർക്കിടക മാസം 15-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം അവിട്ട നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ് അവിട്ടം. അപ്പോൾ അവിട്ട നക്ഷത്രങ്ങളിൽ വളരെ ഗുണത്തെ കൊടുക്കുന്ന നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം. അതുപോലെ ശുഭദിനം വെള്ളിയാഴ്ച, ഐശ്വര്യബലത്തെ കൊടുക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. അപ്പോൾ വെള്ളിയാഴ്ച ശുഭ നക്ഷത്രം എല്ലാം ഒത്തു വന്നിരിക്കുന്ന ഈ ദിവസം ശുഭകാര്യങ്ങൾക്ക് അനുകൂലം. ഇതെല്ലാം ഒത്താണെങ്കിൽ പിന്നെ നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്യാം. എന്ത് കാര്യത്തിന് ഇറങ്ങുന്ന കാര്യം വിജയത്തിലേക്ക് വരും. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. ചില കൊള്ളാത്ത ദിവസമാണെങ്കിൽ നമ്മൾ പതുക്കെ ന്യൂട്രലിൽ അങ്ങ് പോകണതാണ് നല്ലത്. പക്ഷെ ഇന്ന് നല്ല ദിവസമാണ്. അപ്പോൾ നമ്മൾ ഈ ദിവസത്തെ വേസ്റ്റ് ചെയ്യില്ല. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യണം. ഔദ്യോഗികമായിട്ടായാലും ശരി, കുടുംബപരമായിട്ടായാലും ശരി, മറ്റ് കാര്യങ്ങൾക്കായാലും ഇറങ്ങാവുന്ന ദിവസമാണ്. അതേപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, കർക്കിടക മാസത്തിലെ അവിട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു വർഷം വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. വളരെ പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷമാണ്. ഒന്ന്, സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. മറ്റൊന്ന്, മാനസിക ഉന്മേഷം വരും. അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ടോ കുടുംബജീവിതത്തിൽ വളരെ ഭദ്രതയുണ്ടാവും. കുടുംബ സൗഖ്യം വരും. വാഹനാഗതി ഭാഗ്യങ്ങൾ വാങ്ങാനോ, വീട് വെക്കാനോ, വീട് വാങ്ങാനോ, വസ്തു വാങ്ങാനോ ഒക്കെ അനുകൂലപ്രദമായ സമയമാണ്. അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉഴപ്പിയിരിക്കരുത്, ഇറങ്ങണം. വിജയിക്കും. വീടാണെങ്കിൽ നല്ല വീട് വരും, വസ്തു ആണെങ്കിൽ നല്ല വസ്തു വരും. അപ്പോൾ അതിനൊക്കെ അനുകൂലപ്രദമായ അവസ്ഥ ഉണ്ടാവും. അതുപോലെ സാമ്പത്തിക നേട്ടം, ജോലിയാവട്ടെ മറ്റു കാര്യങ്ങൾക്കാവട്ടെ പുരോഗതിയെ കൊടുക്കുന്ന സമയം തന്നെയാണ് ബിസിനസ്സിലായാലും. അപ്പോൾ ആ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് നല്ല ദിവസമെന്ന് പറഞ്ഞു, ഞാൻ തന്നെ പറഞ്ഞു, ഓരോ കാര്യത്തിന് ഇറങ്ങണം, ഉഴപ്പിരിക്കരുത്. പക്ഷെ നിങ്ങൾ ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാലം, രാഹുവിൻ്റെ മുമ്പ് ചെന്ന് പെടരുത്, അതായത് പാമ്പിൻ്റെ മുമ്പ് ചെന്ന് പെടരുത്. ആ പെടുന്ന സമയമാണ് രാഹുകാല സമയം എന്ന് പറയണേ. 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അരമണിക്കൂറിൻ്റെ വ്യത്യാസത്തിലാണ് രാഹുകാലം ഈ സമയത്ത് കടന്നു പോകുന്നത്. അപ്പോൾ രാഹുകാല സമയം വരുന്നത് 10:58 തൊട്ട് 12:31 വരെ, ഏകദേശം അരമണിക്കൂർ. അതുപോലെ ഗുളികനും യമകണ്ഠനും രണ്ടുപേരെയും സൂക്ഷിക്കണം. രണ്ടുപേരും പ്രശ്നക്കാരാണ്. അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാതിരിക്കുക. അവർ മാറിയതിന് ശേഷം അവരെ വഴി യാത്ര ചെയ്യുക, അല്ലെങ്കിൽ അവരെ കാര്യങ്ങളിൽ ചെയ്യുക. ഗുളിക കാലസമയം 7:51 തൊട്ട് 9:24 വരെയും യമകണ്ഠ കാലസമയം വരുന്നത് 3:38 തൊട്ട് 5:11 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിന് നല്ലതല്ല. അതുപോലെ നമുക്കും അഭിജിത്ത് മുഹൂർത്തം, എന്ത് കാര്യത്തിനും എടുക്കാവുന്ന ഒന്നാണ് അഭിജിത്ത് മുഹൂർത്തം. എല്ലാ ദിവസവും ഉണ്ട് താനും. ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:07 തൊട്ട് 12:55 വരെ 48 മിനിറ്റ്. ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ചാൽ 44 മിനിറ്റ് നമുക്ക് അനുകൂലപ്രദമാണ്. അതുപോലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ചുവപ്പ് വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ചുവന്ന വസ്ത്രം കയ്യിൽ കരുതണം. നമുക്കൊരു ചുവന്ന വസ്ത്രം പറ്റിയില്ലെങ്കിൽ പൊട്ട് ധരിക്കുന്നവരാണെങ്കിൽ ചുവന്ന പൊട്ടോ കുങ്കുമപ്പൊട്ടോ ഒക്കെ ധരിക്കുന്നത് അല്ലെങ്കിൽ ഇടുന്നത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാനും ശുക്രൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എത്തിച്ചേരാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.